ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന് ഇന്ന് നിർണായക ദിവസമാണ്. കസ്റ്റഡി അപേക്ഷയും ജാമ്യാപേക്ഷയും ഇന്ന് കോടതി പരിഗണിക്കും. കാരവാനിലെ തെളിവെടുപ്പിനും വിശദമായ ചോദ്യം ചെയ്യലുമായി 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദിൽ പാലോട് വിവരങ്ങളുമായി. അതിലിപ്പോൾ ജയിലിന് മുന്നിലാണുള്ളത്. രഞ്ജിത്തിനെ സംബന്ധിച്ച നിർണായകമായ ദിവസമാണ്. കോടതിയിലേക്ക് കസ്റ്റഡി അപേക്ഷ വരുന്നു. ഒപ്പം തന്നെ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയും ഇന്ന് ഒരേ ദിവസം തന്നെ വരികയാണ്. ജയിലിൽ നിന്ന് എപ്പോഴാണ് രഞ്ജിത്തിനെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നത്? 11 മണിയോടെ കോടതി നടപടികൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എറണാകുളം സബ് ജയിലിന് മുന്നിലാണ് ഉള്ളത്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരെത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 10:30 ഇറക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യുവനടിയുടെ പരാതിയിലെ ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിൻ്റേത്. കസ്റ്റഡി അപേക്ഷ എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് പരിഗണിക്കുന്നത്. അഥവാ കസ്റ്റഡി ലഭിക്കുകയാണെങ്കിൽ കാരവാനിലെ തെളിവെടുപ്പിനും വിശദമായ ചോദ്യം ചെയ്യലിനുമുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്. 3 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണമെന്നുള്ളതാണ് ആവശ്യം. ഇതിനൊപ്പം തന്നെ സ്മൃതി പറഞ്ഞതുപോലെ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കും. നേരത്തെ ജാമ്യാപേക്ഷ മാറ്റിവെച്ചിരുന്നതിനാൽ 2 ദിവസം അവധി ആയിരുന്നതിനാൽ കൂടി 2 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നു രഞ്ജിത്തിന് എന്നുള്ളതാണ്. തനിക്കെതിരായ പരാതി വ്യാജമാണെന്നും പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നുമാണ് ജാമ്യാപേക്ഷയിലെ രഞ്ജിത്തിന്റെ വാദം. ഏതായാലും അതിനിടെ ഈ കാരവനിൽ നിന്നും ഈ യുവനടി ആ സംഭവത്തിന് ശേഷം കരഞ്ഞുകൊണ്ടാണ് പുറത്തേക്ക് ലൊക്കേഷനിലേക്ക് ഇറങ്ങി ഓടിയത് എന്ന് മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. സെറ്റിലുണ്ടായിരുന്നവരെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഇന്ന് രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ജയിലിൽ തന്നെ തുടരേണ്ടി വരുമോ അത് ജാമ്യം കിട്ടി പുറത്തിറങ്ങാൻ കഴിയുമോ എന്നതാണ്. ഇതിനൊപ്പം തന്നെ പോലീസിന്റെ അന്വേഷണ സംഘത്തിന്റെ പ്രത്യേക അന്വേഷണ സംഘമാണ് നേരത്തെ നിയോഗിച്ചിരുന്നത്. ഈ അന്വേഷണ സംഘം ഈ ജാമ്യാപേക്ഷയെ എതിർത്തുകൊണ്ട് കൃത്യമായ തെളിവുകളും മറ്റും കോടതിയിൽ സമർപ്പിച്ചിട്ടുമുണ്ട്. കാരണം പഴുതടച്ച അന്വേഷണമാണ് ഈ സംഭവത്തിന് പിന്നാലെ. ആദ്യം പരാതി ലഭിക്കുന്നു, അത് അതിസൂക്ഷ്മമായി പരിശോധിക്കുന്നു, അതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കുന്നു, പിന്നീട് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റിലേക്ക് പോകാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഒരു പ്രാഥമിക അന്വേഷണം പൂർത്തീകരിച്ച് കൃത്യമായ തെളിവുകൾ ശേഖരിച്ചിരുന്നു. ഏതായാലും ഇക്കാര്യത്തിൽ നടപടികളിലേക്ക് പോകുന്നു. ഉടൻ തന്നെ 11 മണിയോടുകൂടി എറണാകുളം കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള ജാമ്യാപേക്ഷ പിന്നെ കസ്റ്റഡി അപേക്ഷ ഇത് രണ്ടും പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് അല്പസമയത്തിനകം രഞ്ജിത്തിനെ ജയിലിൽ നിന്ന് ഇറക്കും, കോടതിയിലേക്ക് കൊണ്ടുപോകും.